അല്ല, പ്രാഥമികമായിട്ട് അതിൻ്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ആ കണക്കുകൾ വെച്ച് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വിശദമായി പാർട്ടി വിലയിരുത്തും. ആ വിലയിരുത്തൽ നടന്നു വരുന്നതേ ഉള്ളൂ. വോട്ട് ചോർച്ച എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ബേസ് വോട്ടിലൊരു ചോർച്ച ഉണ്ടായില്ല. പാർട്ടി നേതാക്കന്മാർ മുഴുവൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 66,000-ൽ പരം വോട്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു വോട്ടല്ല. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. 30%, 28,000-ൽ പരം വോട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2019-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം പാർട്ടിക്ക് അതേപോലെ തന്നെയാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അതിനേക്കാൾ വേഗത്തിൽ, ഇതൊരു മലപ്പുറം ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമാണല്ലോ, അപ്പോൾ ആ നിയോജക മണ്ഡലത്തിനകത്ത് പോലും വളരെ വേഗത്തിൽ പാർട്ടി തിരിച്ചു വരുന്നുണ്ടെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. എന്നാലും തിരിച്ചടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഫലത്തെ സംബന്ധിച്ച് വളരെ താഴെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പോയി. എങ്ങനെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ്. എന്നാലും അടിസ്ഥാനപരമായി നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അതിലെവിടെയെങ്കിലും വല്ല ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലെയും കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണക്കിനനുസരിച്ച് അത് പരിശോധിച്ചിട്ട് പാർട്ടി ഒരു നിഗമനത്തിലെത്തി അത് പാർട്ടിക്കുള്ളിലാകെ തന്നെ ചർച്ച ചെയ്യപ്പെടും. പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയും അതേപോലെ തന്നെ വിജയേട്ടനും അതേപോലുള്ള ബന്ധപ്പെട്ടുള്ള സാക്കളൊക്കെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൗരവതരമായി തന്നെ ഈ വിഷയങ്ങളാകെ പാർട്ടി പരിശോധിച്ചിട്ട് എവിടെയാണോ എന്താണോ വീഴ്ചകൾ പറ്റിയിട്ടുള്ളത്, എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം. അല്ല, അതൊക്കെ ഭരണവിരുദ്ധ വികാരം എവിടെ ഉണ്ടായിന്ന് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും വോട്ട് ഇങ്ങനെയാണ് വരിക, വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെയാണ് വരിക. ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ അല്ലല്ലോ. 66,000 വോട്ട് കിട്ടിയാൽ പാർട്ടിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സാധാരണ പാർട്ടി മെമ്പർമാരും അനുഭാവികളടക്കമുള്ള പാർട്ടിയുടെ ബേസ് മുഴുവൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുക. അപ്പം മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് UDF പോകണ്ടേ. അങ്ങനെ ഒരു ഭൂരിപക്ഷം ഒന്നും ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ അൻവർ പിടിച്ച വോട്ടുകളുടെ ഇത് തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് യാതൊരു തരത്തിലുള്ള രീതിയിലുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വിധിയെഴുത്താനിട്ടൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അത് മൂന്നാമതൊരു ഘടകം അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ അൻവർ പറയുന്നത് അൻവർ പിടിച്ച വോട്ടുകളിൽ കൂടുതലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ്. ഞങ്ങൾ പരിശോധിക്കട്ടെ, ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണോ പിടിച്ചത്, അതെങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കാം. ബൂത്ത് തലത്തിലുള്ള കണക്ക് വന്നാൽ ഞങ്ങൾക്കത് പറയാൻ കഴിയും ഏത് തരത്തിലാണ് വോട്ട് പിടിച്ചതെന്നുള്ളത്, എങ്ങനെയാണ് അൻവർ ഏതൊക്കെ ഘടകങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അതിൻ്റെ കണക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവൻ എത്തിയാൽ നമുക്ക് ബൂത്ത് തലത്തിൽ തന്നെ അത് പരിശോധന നടത്തിയ കണക്കുകൾ വന്നതിന് ശേഷം പറയാം. നമുക്ക് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ അല്ലേ. ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥലത്ത് പാർട്ടി തീരുമാനമെടുത്ത് ചിഹ്നത്തിൽ മത്സരിക്കും, സ്വതന്ത്രം മത്സരിപ്പിക്കും. ഇപ്പോൾ സ്വതന്ത്രർ മത്സരിപ്പിക്കുമ്പോൾ സ്വതന്ത്രർ കൊണ്ടുവരുന്ന ഒരു വോട്ടുണ്ട്, അവരുടെ ഒരു പ്രത്യേക വോട്ട്, അവരൊരു വ്യക്തിഗതമായ കഴിവും മികവും അനുസരിച്ചുള്ളൊരു വോട്ടുണ്ടാവും. ആ വോട്ട് വരുമ്പോൾ അതും ആഡ് ചെയ്തിട്ടാണ് നിലമ്പൂരിൻ്റെ ചരിത്രം, നമ്മൾ ജയിച്ച ചരിത്രമൊന്നും ഞാൻ അവിടെ വിശദീകരിക്കേണ്ട. പാർട്ടി നേതാക്കന്മാരാകെ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അൻവർ ജയിച്ചതും 2 തവണ അൻവർ ജയിച്ചതും അതിനു മുമ്പ് ജയിച്ചപ്പോഴൊക്കെ പ്രത്യേക പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടെ വിജയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടും. ഇനിയും തെരഞ്ഞെടുപ്പുകളുണ്ട്, ഇനിയും നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതൊരു ചിഹ്നം വന്നതുകൊണ്ട് വോട്ട് കുറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അതിന് വേറെ കുറേ കാരണങ്ങളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പല്ലല്ലോ വേറൊരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യസ്തതകൾ നമ്മൾ പരിശോധിക്കും. അൻവർ നേടിയ വോട്ടുകൾ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ അംഗീകാരമായിട്ട് കാണുന്നുണ്ടായി. അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു അൻവർ എന്തു പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താണ് അൻവർ പറയുന്ന കാര്യങ്ങൾ അൻവറിന് വല്ല ബോധ്യമുണ്ട്? എത്ര തവണ ഇപ്പം നിങ്ങളെ മുന്നിലല്ലേ ഇത് എല്ലാ ദിവസവും അൻവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര സമയമാണ് ഒരു വാക്കിന് നിലനിൽക്കുന്ന ടൈം എത്രയാണ്? ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കറിയാം എത്ര ടൈമാണ് ഒരു വാക്ക് പറഞ്ഞിട്ട് എത്ര സമയം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം രാത്രി ഒരു ഭയങ്കര എന്താ പറയുക ഒരു പത്രസമ്മേളനം എൻ്റെ അടുത്തൊരു ബോംബ് പൊട്ടിക്കാണ്ട് എന്നിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചത്. അതിൽ പറഞ്ഞാൽ എന്താ, 1ാമത്തെ സ്ഥാനാർത്ഥി ഞാനാവും, 2ാമത്തെ സ്ഥാനാർത്ഥി സ്വരാജാവും, ഇങ്ങനെ 3ാമത്തെ സ്ഥാനത്താവും ആര്യാടൻ ഷൗക്കത്ത്. ഇത് നിലനിൽപ്പിന് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. കാരണം മുന്നണിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇനി തുടരാൻ കഴിയില്ല. അപ്പോൾ വലതുപക്ഷ മുന്നണിയിൽ കയറി കൂടണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തണം. ആ സ്പേസ് കണ്ടെത്താൻ വേണ്ടി അപ്പോൾ തോന്നുന്ന ഓരോ കാര്യങ്ങൾ പറയണം. അതിന് നമ്മളത്ര ഗൗരവം കൊടുക്കേണ്ടതില്ല.
അതാ രീതിയിൽ വിടുക എന്നുള്ളതാണ്. അത് എവിടെ എത്തും എന്നുള്ളത് പിന്നീട് നമുക്ക് കാണാം. ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളും കൂടി വെച്ച് കാണാം. പിന്നെ കുറച്ച് വോട്ട് എല്ലാറ്റിനോടും ഒരു പിന്നെ എതിർപ്പുള്ള കുറേ വോട്ടുകളൊക്കെ അൻവർ പിടിച്ചിട്ടുണ്ടാവും. അതിൽ ഇടത് വലത് മുന്നണികളുടെ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ പരിശോധിക്കണുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇടതുപക്ഷത്തു നിന്ന് അങ്ങനെ വല്ല വോട്ടും ചോർന്നുണ്ടോ അത് പരിശോധിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വഴിക്കടവ് പോലുള്ള ഒരു പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലല്ലോ വോട്ട് കൂടുതൽ പിടിച്ചിട്ടുള്ളത്, അത് UDFൻ്റെ വോട്ട് തന്നെ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും അതേ പാറ്റേൺ ആണോ തുടർന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയുള്ളൂ. ഇത് രണ്ടും വ്യത്യസ്തമാവും. ഇതിപ്പോൾ ഒരേ കാരണം കൊണ്ടാവില്ല. അമരമ്പലത്തും പിന്നെ ഇവിടെ ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പോത്തുകല്ല് എന്ന് പറഞ്ഞത് അങ്ങനെ ഇടതുപക്ഷത്തിനൊരു വലിയ കോട്ടയൊന്നുമല്ല. ഇടതുപക്ഷത്തിൻ്റെ വല്ലാതെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ഭൂരിപക്ഷം കിട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അമരമ്പലത്തും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകളുണ്ടോ ഈ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് വരും. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ വളരെ ഗൗരവതരമായി പാർട്ടി അത് പരിശോധിക്കും, തിരുത്തും. നമുക്കുള്ളതൊരു പാടാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പും ജയിച്ചാലും തോറ്റാലും ഒക്കെ അതൊരു പാടാണ്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി പാർട്ടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പും കൂടിയാണിത്. തോറ്റെങ്കിലും കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ശിഥിലമായി കിടക്കുന്ന ഒരു രീതിയാണ് ആകെ കിടന്നിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വരുന്നെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിലിപ്പോൾ ഇന്നലെ സ്വരാജൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ സർക്കാരിനെ കുറിച്ച് പറയുക, എന്താ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ ഭരണത്തിനെതിരായിട്ടുള്ളൊരു കാര്യം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളോട് ചെയ്ത തെറ്റ്? ആ തെറ്റെന്താണെന്ന് പറഞ്ഞാലല്ലേ നമുക്കത് സംബന്ധിച്ച് വിശദീകരിക്കും. ഇപ്പോൾ ഞങ്ങളൊക്കെ വീടുകളിൽ പോയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ വോട്ടർമാരെ കണ്ടിട്ടുള്ളത്. ഒരാൾ പോലും ഗവൺമെൻറ്റിനെ കുറിച്ചൊരു വിമർശനം. പിന്നെ വേറെ ചില സ്വാധീനങ്ങളുണ്ട്, നമ്മളെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒരു ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല വോട്ടർമാരെ സ്വാധീനിക്കുക, വേറെ ചില പിന്നെ അതിൻ്റെ എന്താ പറയുക ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് കുറച്ച്. അത് ഘടകങ്ങൾ സ്വാധീനം ചെലുത്തി അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ ഗവൺമെൻറ് എന്താ ചെയ്ത് ഇപ്പോൾ സ്കൂളുകൾ നന്നാക്കിയ തെറ്റാണ്, അല്ലെങ്കിൽ സ്വരാജിൻ്റെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആതുരാലയങ്ങൾ നന്നാക്കിയ തെറ്റാണ്, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കണം, ഇതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ്? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനിടയിലും സർക്കാരിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവർത്തനം തടസ്സമുണ്ടോ? ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ നിരാശപ്പെടുത്തുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ടോ? ചിലത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണല്ലോ. കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിൻ്റെ എല്ലാ മേഖലകളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, മലയോര മേഖലയിൽ ഇനിയും എന്ത് ചെയ്യണം എന്നുള്ളത് സർക്കാർ ആലോചിക്കും. അതിലൊന്നും മുഖ്യമന്ത്രി തന്നെ പൊതുയോഗങ്ങളിൽ പറഞ്ഞ എന്താ, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ഇതാണ്, ഇന്ന നിലപാടാണ്, ഇത് ജനവിരുദ്ധ നിലപാടാണ്. പക്ഷേ ആ നിലപാടുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇക്കാര്യങ്ങളിൽ ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ ഉചിതമായി തീരുമാനമെടുക്കും. ഇത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും മലയോര മേഖലയിലെ ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം മാത്രമല്ല, കേരളത്തിനകത്ത് ഉടനീളുണ്ട്, വലിയ വനമേഖലയും നമുക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാർ പരിശോധിക്കും. അതിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതും കൂടി പരിശോധിച്ചിട്ട് വെച്ചിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് കൈകാര്യം ചെയ്തു പോകും. അത് പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. വിജയേട്ടൻ പറഞ്ഞത് മാത്രമല്ലല്ലോ, നമുക്ക് നാടിനൊന്നായി ജമാഅത്തെ ഇസ്ലാമിനെ അംഗീകരിച്ച് അതിനെ സാധൂകരിച്ച ഒരു രാഷ്ട്രീയ നേതാവല്ലേ, അതിൻ്റെ രാഷ്ട്രീയ ഘടകമല്ലേ UDF. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. എത്ര കാലം, എന്താ ന്യായം അതിനൊക്കെ പറയാം? അതിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ വർഗീയവാദികളുടെയും വോട്ട് വാങ്ങുന്നുണ്ട്. ഒരു വർഗീയവാദികളുടെ മാത്രമല്ല, ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞതെന്താ, ഞങ്ങളുടെ വോട്ട് ചോർന്നിരിക്കാം. 10-17,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ BJP ആണ്. ഇപ്പോൾ എത്ര കിട്ടിയത്? 8,000 സംതിങ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയെന്ന് എനിക്കറിയില്ല, എൻ്റെ വ്യക്തമായ കണക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ വോട്ടെല്ലാം ഏത് ഞങ്ങൾ നിർത്തുന്ന നിലപാടെന്താ, ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ UDF എടുത്ത നിലപാടെന്താ, എല്ലാ വർഗീയവാദികളും ഞങ്ങളിലേക്ക് വരൂ. ഇതല്ലേ അവരുടെ നിലപാട്. രണ്ടും വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്, നമ്മളോരോ മനുഷ്യനായി നിലനിൽക്കണം എന്നുള്ളതിൻ്റെ സമരമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ല വലതുപക്ഷത്തിൻ്റെ. എല്ലാ തീവ്രവാദികളെയും ഒരുമിപ്പിച്ച് നിർത്തി ഞങ്ങൾക്ക് എങ്ങനെങ്കിലും കഴിഞ്ഞ 9 കൊല്ലം ഭരണത്തിന് പുറത്താണ്, ഇനി എങ്ങനെങ്കിലും ഭരണത്തിൽ കയറി. അതിനെന്തൊക്കെ വിക്രിയകളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ ജയിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള റീൽസുകളൊന്ന് പരിശോധിച്ചാൽ
നിങ്ങൾ എത്രത്തോളം പരിശോധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർ പി സി വിഷ്ണുനാഥ് ഒന്നിടുമ്പോൾ മറ്റേ ഷാഫി പറമ്പ് ഇവരൊക്കെ ഒരു ക്യാമറ സെറ്റുമായിട്ട് നടക്കാൻ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് അതിനെ ബാല്യ രൂപത്തിൽ പർവ്വതീകരിക്കുകയാണ്. ഞാനിപ്പോൾ കണ്ട റീൽസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും അതൊക്കെ ഉണ്ടാക്കുന്ന ഉൾപ്പിരിവുകളുണ്ട്. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും, അതിലൊന്നും സംശയമില്ല. അവരൊക്കെ നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാനാണ്. ഞങ്ങളതിനല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രാധാന്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് അതിലെ പ്രത്യേകത.